ഏൽപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ എങ്ങനെ തീരുമാനം എടുത്ത് ഒറ്റയ്ക്ക് തീരുമാനത്താണോ ചെയ്യാൻ? ഞാനെല്ലാം ഒറ്റയ്ക്കാണ് എനിക്ക് വേറെ ആരും തീരുമാനം എടുക്കാനില്ല. പിന്നെ എന്റെ തീരുമാനങ്ങൾ ഞാൻ മൂത്ത മോനെ അറിയിക്കും, വർക്ക് വരെ അവനെ അറിയിക്കും, അവൻ ഓക്കെ പറയും. അവനെന്തെങ്കിലും വർക്കിൽ കണ്ടിട്ട് കഴിഞ്ഞ ദിവസമാണ് അമ്മ ഇതെന്താ കഥ എന്ന് പറഞ്ഞൊരു ബോധ്യം ചില കാര്യങ്ങൾ ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാനത് പറഞ്ഞിട്ടാണ്. ഹായ്, നമസ്കാരം. അപ്പോൾ രേണു സുധി എല്ലാവർക്കും അറിയായിരിക്കും. സുധിച്ചേട്ടൻ്റെ വൈഫ് എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവർക്കും അറിയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ടും ബോൾഡായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും എന്നെ ആരും നെഗറ്റീവ് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഇന്നലെ ഇട്ടൊരു ഡ്രസ്സിൽ ആ ഒരു ഫ്രണ്ടിലൊരു ഓപ്പൺ വന്നിട്ടുള്ള ഡ്രസ്സായിരുന്നു. അത് എന്തോ ഇനാഗ്രേഷൻ ഫംഗ്ഷൻ എന്തോ പോകാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഷൂട്ടിന് എന്തോ ആണ്. പക്ഷെ അവരത് കൊടുത്ത ഡ്രസ്സാണ്, ഇവർക്കായിട്ട് ഇവരെടുത്ത ഡ്രസ്സല്ല. അതൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ആ അവർ കൊടുക്കുന്ന ഡ്രസ്സ് ഇടുന്ന ആളാണെന്ന് വെച്ചാൽ ഈ സുധി എന്ന് പറയുന്ന ആളുടെ വൈഫാണ് എന്ന് പറയുന്ന വ്യക്തിയെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്, ചൂഷണം ചെയ്യുകയാണ് സത്യം പറയുക ചെയ്യാം. അവർ വഴി മറ്റുള്ളവർക്ക് വൈറലാകാനുള്ള പ്ലാനിങ് ആണ് ഇപ്പം നടക്കുന്നത്. അതൊരിക്കലും കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം വെച്ചാൽ ഒരു ഡ്രസ്സിന് അത് എവിടെയൊക്കെ കൊണ്ടുപോയി ഫോക്കസ് ചെയ്യണം നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എനിക്കൊരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല അടിപൊളി ഡ്രസ്സ് തന്നെയാണ്, ഒരു വൃത്തികേട് അതിൽ തോന്നിയിട്ട്. പക്ഷേ അതിലും ഏതോ ഒരു ഓൺലൈൻ മാധ്യമം ഇതുപോലെ ഫോക്കസ് ചെയ്ത് എടുത്ത് സ്ലോ മോഷൻ അങ്ങ് ഇട്ടേക്കുവാണ്. അതിലെന്തെങ്കിലും എന്തെങ്കിലും വൃത്തികേടായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു വൃത്തികേടുമില്ല. പക്ഷെ അതിൽ പോലും ഈ വൃത്തികേട് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് പറയണം? അതുപോലെ തന്നെ വീണ എന്ന് പറയുന്ന ഒരു സീരിയൽ നടിയോ ഒരു ആക്ട്രസ് ആണ്. അവരും ഇതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. കുട്ടി കേടുന്നില്ല. അവർ കല്യാണം കഴിഞ്ഞിട്ട് ഇതൊന്നും ഒരു ദിവസം വേറൊരു വീട്ടിലേക്ക് മാറുന്നത് ഒരിക്കലും മനസ്സിൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും കാറിൽ കയറി ഇരുന്ന് കരയാനാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ആ കുട്ടി നല്ലൊരു മറുപടി എന്നെ കൊടുത്തിരുന്നത്, ചേട്ടൻ നല്ലത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിലും കുറേ കമൻസിൽ നീ അഹങ്കാരിയാണ്, മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ, കൂടുതലും സ്ത്രീകളാണ് പറയുന്നത് കേട്ടോ. അതാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നാം. കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടിരുന്നാൽ കൂടിയും അതിൽ കൂടുതലും സ്ത്രീകളാണ് വന്ന് പറഞ്ഞ് മോശമായിട്ട് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു. ഇങ്ങനെയുള്ള സ്ത്രീകളെ തന്നെ മോശം പറയുന്ന ഒരു രീതി വരെ എത്തുന്ന ഒരു സാഹചര്യം നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്, ഇപ്പം നിൽക്കുന്ന പോലെ ബോൾഡായിട്ട് നമ്മൾ ഇനിയും ഇതുപോലെ തന്നെയാണ് ആക്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതമാണ്. മറ്റുള്ളവരാരുമില്ല നമുക്ക് ചിലവിന്. നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് മാക്സിമം പറയിക്കാതിരിക്കാനുള്ള രീതിയിൽ ചെയ്യുക. അപ്പം പിന്നെ നമ്മുടെ ഇഷ്ടമാണ്. മറ്റുള്ളവർ കുറ്റം പറയാനും അത് കയറിക്കൊണ്ടിരിക്കും, വൈറലായിക്കൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. ഇപ്പം തെറ്റ് പറയാനായിട്ട് ഒന്നുമില്ല. ഒരുപാട് ലേഡീസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ആ സുധിച്ചേട്ടൻ്റെ ലേബലിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കാണിക്കുമ്പം പൊതുവേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം അവർ കാരണമാണ് ഇപ്പോൾ ഒരു വീട് കിട്ടിയത് തന്നെ. ആ ഒരു വീട് ദൈവഭാഗ്യത്തിന് കിട്ടിയത് സുധിച്ചേട്ടൻ്റെ ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പം ജീവനോടെ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിനെ മോശപ്പെടുത്തുന്ന രീതിയിൽ കാണിക്കുമ്പോൾ ആൾക്കാർ പൊതുവേ ചോദിക്കും, സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുമോ എന്ന് ഒരാളെങ്കിലും ചോദിക്കാതിരിക്കത്തില്ല. അപ്പം സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ അഭിനയിക്കാൻ പോലും വിടത്തില്ല, അങ്ങനെ പോവേയില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു ലിമിറ്റ് വേണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമ്മുടെ ജീവിതം തന്നെയാണ്. നമുക്ക് അതിലാർക്കും കൈകടത്താൻ പറ്റത്തില്ല, അങ്ങനെ ആവശ്യമില്ല, അങ്ങനെ ചെയ്തും കൂടാ. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക, അത്രയേ ഉള്ളൂ.